ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണം, എവിടെ എത്തി എവിടെ എത്തി എവിടെ എത്തി. ഓരോ അച്ഛനും തിരിച്ചു വരുമ്പോ വീടിന്റെ മുമ്പിൽ ഒരു തണൽ വരുന്നുണ്ടെന്ന് തോന്നൂലേ? ആ ഒരു ധൈര്യമാണ്. ചില വലിയച്ഛനെ കുറിച്ച് പറയാറില്ലേ, വലിയ ഗ്രാൻഡ് പാരന്റ്സ്, ആൾക്ക് വയ്യ, പക്ഷെ വീടിന്റെ മുമ്പിൽ ആളിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുരക്ഷിതത്വ ബോധമുണ്ട്. അങ്ങനെ നമ്മളെ അച്ഛനെ ഉരുകുന്നതെന്ന് ആലോചിച്ച് നോക്കി. ആള് തിരിച്ചു വരുമ്പോഴേ ഒന്ന് തണുപ്പിക്കുക, ഒന്ന് വർത്താനം പറയാ, കണ്ണിലൊക്കെ നോക്കുക, തലയിലൊക്കെ ഇങ്ങനെ. എത്ര പ്രായത്തിലും നിന്റെ അച്ഛൻ അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. എന്റെ മോനെന്ന് പറഞ്ഞാൽ അങ്ങനെ വിട്ടുപോയ ഒരു മോനല്ലല്ലോ അച്ഛന്. നമ്മളിപ്പോഴും ആളെ സംബന്ധിച്ച് ഒരു കൊച്ചു കുഞ്ഞാണ്. നമുക്ക് എന്തോ അടുക്കാൻ പറ്റാത്തവരുണ്ട് കുറെ, പ്രത്യേകിച്ച് ബോയ്സ് അച്ഛൻ്റെ അടുത്ത്. ചിലർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. അച്ഛനെ തണുപ്പിക്കണം, പോയിട്ട് അച്ഛനെങ്ങനെ ഉഴുകി കഥ പറയും, കഥ കേൾക്കൂ, വർത്താനം പറയും. നിങ്ങൾ കുറച്ചു നേരം ആ മുഖത്ത് നോക്കിയിട്ട് കണ്ണിൽ നോക്കിയിട്ട് സംസാരിക്കും അച്ഛൻ്റെ. പലപ്പോഴും 1, 2, 3, 4 എങ്ങനെ ഉണ്ടായിരുന്നു അസുഖമായിരുന്നു, എങ്ങനെയാണ് ശരി എക്സാമിന്. ചില കുട്ടികൾ കാശ് ചോദിക്കാൻ വേണ്ടി മാത്രം അച്ഛനോട് വർത്താനം പറയും. തെറ്റൊന്നായിട്ടല്ല. അച്ഛനൊരു ദിവസം കണക്കൂടി നോക്കുമ്പോൾ എന്റെ മോൻ എന്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത് 90% അവന് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നാലോചിക്കുമ്പോൾ നമ്മൾ അയാൾ ട്രേഡ് ആയിട്ടല്ലല്ലോ കാണുന്നത്. ഒരു പയ്യൻ പറയാം, എന്റെ അച്ഛനെ കണ്ടായിരിക്കും ATM മെഷീന്റെ ഓർമ്മ വരും, കുത്ത കാശ് എടുക്കുക. പൈസയ്ക്കും അല്ലാതെ ഒന്നിനല്ല, ഉപാധികളില്ലാതെ ആ മനുഷ്യനൊന്ന് കേൾക്കും, അമ്മയെ കേൾക്കുന്നത് പോലെ തന്നെ.